ഹായ് ഫ്രണ്ട്സ്, എല്ലാ പെൺകുട്ടികളും അമ്മമാരുടെ ഓമനപുത്രികൾ തന്നെയാണല്ലേ. നമ്മളൊരു 20 വയസ്സ് വരെ പഠിത്തകാലം കഴിഞ്ഞ് അതിനുശേഷം ഒരു വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കറികളൊക്കെ തയ്യാറാക്കാൻ അറിയാമായിരിക്കും. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റവും ചിലപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ അറിയണമെന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാനും കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അമ്മേ ഈ കറി എങ്ങനെ വെക്കുന്നേ, ആ കറി എങ്ങനെ വെക്കുന്നേ. തേങ്ങ അരച്ച കറികൾ മാത്രം കൂട്ടി ശീലിച്ച എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ പല പല സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ആയിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്ത് പോസ്റ്റിംഗ് ആയപ്പോൾ പല പല കറികളും ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ പഠിച്ച ഒരു ഐറ്റമാണ് ഈ രാജ്മ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൂരിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഐറ്റം നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ താരമായ രാജ്മ എന്ന് പറയുന്ന ഇതാണ്. ഇതിവിടെ പച്ചയ്ക്ക് കിട്ടും കേട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ഉണങ്ങിയത് വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഇതിൻ്റെ പച്ച രാജ്മയാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ഈ പച്ച രാജ്മയാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ഉണക്കലാണ്. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്താവേ. അപ്പം ഇതാണ് ഇതിൻ്റെ ഉണങ്ങിയത് വരുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ കടല സാധാരണ നമ്മൾ വെള്ളത്തിലിടത്തില്ലേ, അതുപോലെ തന്നെ വെള്ളത്തിലിടുക. ഇപ്പോൾ രാവിലെ തയ്യാറാക്കണമെങ്കിൽ വൈകിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേണം ഈ ഉണക്കിൽ തയ്യാറാക്കാൻ വേണ്ടി. പച്ച തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം ഈ ഉണക്കിൽ തയ്യാറാക്കുമ്പോൾ ആ രീതിയിൽ ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ കറികൾക്ക് കൂടുതലും ജീരകമാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ കടുകല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു മീഡിയം സൈസ് ഒരു 3 സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ 2 മീഡിയം സൈസ് തക്കാളിയാണ്. ഈ അളവിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഇത്രയും ഫ്രൈ ആയതിനു ശേഷം ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണേ. എളുപ്പം ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി ഞാൻ പിരിയാനും പാണ്ടിമുളകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ മസാലയുടെ പച്ച മണമൊക്കെ പോയി കഴിയുമ്പം അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്മയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുത്ത് ഇതിനകത്ത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. അതാണ്ട് ഈ പയറിന് അതായത് നമ്മുടെ ഈ രാജ്മയ്ക്ക് മീതെ നിൽക്കണം വെള്ളം. അത്രയും വെള്ളം നമുക്ക് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് വെച്ചിട്ട് പച്ച രാജ്മ ആയതുകൊണ്ട് നമുക്ക് എളുപ്പം വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു 3 വിസിലൊന്ന് അടിച്ചാൽ മതി. നമ്മൾ ഉണക്ക രാജ്മ വെള്ളത്തിലിട്ട് കുതിർത്ത് തയ്യാറാക്കത്തില്ലേ, അതാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു 6-7 വിസിലടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം വിസിലടിച്ച് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് എടുത്തതാണ്. അപ്പം നമ്മുടെ രാജ്മയൊക്കെ നല്ല കറക്റ്റ് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നമ്മുടെ കറക്റ്റ് പരുവത്തിനൊന്ന് ലൂസാക്കി എടുക്കുക. കണ്ടോ, ഈ ഒരു അളവിൽ ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിനി ഒന്ന് വെന്ത് പറ്റി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണേ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇടയ്ക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാജ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രേവിന് ആവശ്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ മുന്നേ നിങ്ങൾ അത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ചപ്പാത്തിയുടെ കൂടാണെങ്കിൽ ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയല്ലോ അല്ലേ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒത്തിരി 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 നന്ദിയുണ്ട്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.